ഹലോ ഹായ് എല്ലാവർക്കും ലേനോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓഗസ്റ്റ് 18 തൊട്ട് ഓഗസ്റ്റ് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിനി സമയം ഒട്ടും കളയാനില്ല. വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ റെയിൽവേ ബോർഡ്? ഈ ആഴ്ച ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ കുറേയധികം അപ്പോയിൻമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ റെയിൽവേ ബോർഡ്? റെയിൽവേ ബോർഡ് ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? സതീഷ് കുമാറാണ്. റെയിൽവേ ബോർഡ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ടാണ് സതീഷ് കുമാറിനെ നിയമിച്ചിരിക്കുന്നത്. ചെയർമാനാകുന്ന ആദ്യ ദലിത് വിഭാഗക്കാരനാണ് ആര്? സതീഷ് കുമാർ. അദ്ദേഹത്തിന് മുൻപ് ജയവർമ്മ സിൻഹയായിരുന്നു കേട്ടോ. 1986 ബാച്ച് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് ഉദ്യോഗസ്ഥനാണ് സതീഷ് കുമാർ. നോർത്ത് സെൻട്രൽ റെയിൽവേ ജനറൽ മാനേജറും ആയിരുന്നു അദ്ദേഹം. അടുത്ത ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഹാസ് ദ ഹയസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് കോക്കനട്ട്സ്? ഏറ്റവും കൂടുതൽ നാളികേരത്തിൽ 1ാം നമ്പർ ആയിട്ടുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ തന്നെയാണ് കേട്ടോ. നാളികേര ദിനം എന്നാണെന്ന് അറിയാമോ? സെപ്റ്റംബർ 2 നാളികേര ദിനം. അപ്പം ഏത് രാജ്യമാണ് ഹയസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് കോക്കനട്ട്സിൽ, അതായത് നാളികേരത്തിൽ 1ാം നമ്പറായിട്ട് നിൽക്കുന്നത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനമുള്ള രാജ്യമാണ് ഏത്? ഇന്ത്യ എന്ന് പറയുന്നത്. കൃഷി 22.77 ലക്ഷം ഹെക്ടറാണ് ഉൽപ്പാദനം. 2053 കോടി നാളികേരമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, രണ്ടാമത് വന്നിരിക്കുന്നത് ഫിലിപ്പീൻസ് ആണ്. മൂന്നാമത് ഇന്തോനേഷ്യയാണ്. അടുത്ത ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. വേർ വിൽ ദിസ് ഇയർ പാരാലിമ്പിക്സ് ബി ഹെൽഡ്? അല്ലേ, ഒളിമ്പിക്സിന് ശേഷം നടക്കുന്ന പാരാലിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഒളിമ്പിക്സ് എവിടെയായിരുന്നു? പാരീസിലായിരുന്നു. പാരാലിമ്പിക്സും എവിടെ തന്നെയാണ് നടക്കുന്നത്? പാരീസിൽ തന്നെയാണ്. പാരീസിൽ നടന്ന മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഉദ്ഘാടന ചടങ്ങിൽ 1000ഓളം കലാകാരന്മാരാണ് ദൃശ്യവിരുന്നൊരുക്കിയത്. ഒളിമ്പിക്സിന് സമാനമായി പാരാലിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങും സ്റ്റേഡിയത്തിന് പുറത്ത് നഗരമധ്യത്തിലായാണ് സംഘടിപ്പിച്ചത്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിനെ അനുസ്മരിക്കുന്ന സംഗീത നൃത്ത പരിപാടികൾ പാരാലിമ്പിക്സ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചും അരങ്ങേറിയിരുന്നു. അത്ലറ്റുകളുടെ സൗകര്യാർത്ഥം സ്റ്റേഡിയത്തിന് പുറത്ത് പ്രത്യേകം ഒരുക്കിയ വീതിയിലാണ് രാജ്യങ്ങളുടെ പരേഡ് നടന്നത്. ഒളിമ്പിക്സിൽ സെൻ നദിയിലൂടെ ബോട്ടുകളിലായിരുന്നു അല്ലേ അത്ലറ്റുകളുടെ പരേഡ് നടന്നത്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 22 ഇനങ്ങളിലായി 4400 അത്ലറ്റുകളാണ് പങ്കെടുക്കാൻ പോകുന്നത്. 20 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് പാരാലിമ്പിക്സിന്റെ ഭാഗമായി വിറ്റുപോയതെന്ന് സംഘാടകർ അറിയിച്ചു. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ഹു വാസ് സെലക്ടഡ് ആസ് ദ ഇന്ത്യൻ T20 വിമൻസ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ? അല്ലേ, ആരാണ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ? ആരാണ്? വിമൻ ടീമിന്റെ ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് ക്യാപ്റ്റൻ. സ്മൃതി മന്ദനയാണ് വൈസ് ക്യാപ്റ്റൻ. നമുക്കറിയാം, പുരുഷ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ 4 ലോകകപ്പ് വിജയങ്ങളിലും ആ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. വനിതാ ക്രിക്കറ്റിലെ കന്നി ലോകകപ്പിനായുള്ള ഇന്ത്യൻ കാത്തിരിപ്പ് യാഥാർത്ഥ്യമാക്കാൻ ഇത്തവണ ടീമിലുള്ളത് 1 അല്ല 2 മലയാളികളാണ്. ഒക്ടോബർ 3 UAE ആരംഭിക്കുന്ന വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഹർമൻപ്രീത് കൗർ ആണ് നയിക്കുന്നത് നമ്മൾ പറഞ്ഞു. ആ ടീമിൽ കേരളത്തിന്റെ മേൽവിലാസമാണ് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി ആശാ ശോഭനയും വയനാട് മാനന്തവാടി സ്വദേശി സജന സജീവനുമാണ് പങ്കെടുക്കാൻ പോകുന്നത് അല്ലേ. 3 മാസം മുൻപായിരുന്നു ഇരുവരുടെയും രാജ്യാന്തര ക്രിക്കറ്റ് അരങ്ങേറ്റം. ഇതുവരെ 2020 കളിച്ചത് 3 മത്സരം വീതം മാത്രമാണ്. ICC കിരീടത്തിനായുള്ള 11 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ജൂൺ പുരുഷ 2020 ലോകകപ്പ് കിരീടം നേടിയ രോഹിത് ശർമ്മയും സംഘവുമാണ് ഇന്ത്യൻ വനിതാ ടീമിന് മുൻപിലുള്ള പാഠപുസ്തകം എന്ന് പറയുന്നത്. ICC കിരീടം കിട്ടാക്കനിയായി തുടരുന്ന ഹർമൻപ്രീതിനും സംഘത്തിനും ജൂലൈയിൽ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയോടേറ്റ തോൽവിയുടെ നിരാശയും തീർക്കേണ്ടതുണ്ട്. വിക്കറ്റ് കീപ്പർ ഉമാ ചൗധരി ഒഴികെ ഏഷ്യ കപ്പ് ടീമിലെ മറ്റ് അംഗങ്ങളെല്ലാം ലോകകപ്പ് ടീമിലും ഇടം പിടിച്ചിട്ടുണ്ട്.
ലോകകപ്പിൽ കളിച്ച ആദ്യ മലയാളി വനിത ആരാണെന്ന് അറിയാമോ? മലയാളി താരം സൂസൻ ഇട്ടിച്ചെറി 1978 വനിതാ ലോകകപ്പ് കളിച്ച ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു. അപ്പോൾ ആദ്യം മലയാളിയായ സുധാ ഷായും അന്ന് ടീമിലുണ്ടായിരുന്നു. സുനിൽ വത്സൻ 1983 അതിനുശേഷം, പിന്നെ ശ്രീശാന്ത് 2007 2011, സഞ്ജു സാംസൺ 2024 എന്നിവരാണ് ഇന്ത്യൻ പുരുഷ ലോകകപ്പ് ടീമുകളിൽ ഇടം പിടിച്ച മലയാളികൾ. ഇപ്പം ആരൊക്കെയുണ്ട്? ആശാ ശോഭനയുണ്ട്, അതുപോലെ തന്നെ സജന സജീവനും ഉണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ കുറേ അധികം അപ്പോയിന്റ്മെന്റ് നടന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ന്യൂ ICC ചെയർമാൻ? ICC ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജയ്ഷ, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI സെക്രട്ടറിയും കേന്ദ്രമന്ത്രി അമിത്ഷായുടെ മകനുമായ ജയ്ഷയാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി തെരഞ്ഞെടുത്തത്. നാമനിർദ്ദേശം സമർപ്പിക്കേണ്ട അവസാന ദിവസം വരെ മറ്റാരുടെയും പത്രിക ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെയായിരിക്കും ചെയർമാൻ. ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡുകളുടെ പിന്തുണ ജയ്ഷയ്ക്ക് ലഭിച്ചിരുന്നു. നിലവിലെ ചെയർമാൻ ഗ്രെഗ് ബാർക്ലേയുടെ കാലാവധി പൂർത്തിയായ ശേഷം ഡിസംബർ 1 ജയ്ഷ പദവി ഏറ്റെടുക്കും. ഈ പദവിയിലെത്തുന്ന, അതായത് ICC ചെയർമാൻ എന്നൊരു പൊസിഷനിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് 35-കാരനായ ജയ്ഷ. ജഗ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവരാണ് മുൻപ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിനെ നയിച്ചിട്ടുള്ള ഇന്ത്യക്കാർ. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് ഇന്തോനേഷ്യ? ഇന്തോനേഷ്യയുടെ പുതിയ ക്യാപിറ്റൽ, തലസ്ഥാനം ഏതാണ്? ആദ്യത്തെ ജക്കാർത്തയായിരുന്നു. പുതിയ തലസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം അല്ലെ. പുതിയ തലസ്ഥാനം നുസന്താര എന്ന പുതിയ തലസ്ഥാനം കെട്ടിപ്പടുക്കുകയാണ് ഇന്തോനേഷ്യ. അവിടുത്തെ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയുടെ സ്വപ്നമായിരുന്നു പുതിയ തലസ്ഥാനം എന്ന് പറയുന്നത്. $2,900 കോടി വരെയുള്ള സ്വപ്നമാണ് പുതിയ തലസ്ഥാനം. $2,900 കോടി വില. ബോർണിയോ മഴക്കാടുകൾക്കുള്ളിലാണ് പുതിയ തലസ്ഥാന നഗരി ഒരുങ്ങുന്നത്. ജക്കാർത്തയിലെ ശ്വാസം മുട്ടിക്കുന്ന ജനപ്പെരുപ്പവും നിരന്തരമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളുമാണ് തലസ്ഥാനം മാറ്റാനുള്ള പ്രസിഡന്റ് തീരുമാനത്തിന് പിന്നിൽ. 2 വർഷം മുൻപ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ജൂലൈയിൽ പൂർത്തിയാക്കേണ്ടതായിരുന്നെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതികൂല കാലാവസ്ഥയും പദ്ധതി വൈകിപ്പിച്ചു. 10,000 സർക്കാർ ഉദ്യോഗസ്ഥരെ ജൂലൈയിൽ നുസന്താരയിലേക്ക് മാറ്റാനാണ് തീരുമാനം. 4 മന്ത്രാലയങ്ങളുടെ ആസ്ഥാനമായ ഒരു സർക്കാർ മന്ദിരത്തിന്റെ നിർമ്മാണം മാത്രമേ അവിടെ പൂർത്തിയായിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ ജക്കാർത്തയായിരുന്നു ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ 2019 പ്രസിഡന്റ് ജോക്കോ തലസ്ഥാന മാറ്റം പ്രഖ്യാപിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി 2050 ആകുമ്പോഴേക്കും ജക്കാർത്തയുടെ 1/3 ഭാഗം വെള്ളത്തിൽ മുങ്ങുമെന്ന പഠനങ്ങളടക്കം കണക്കിലെടുത്തായിരുന്നു ഈ തീരുമാനം. ജക്കാർത്തയുടെ 40% സ്ഥലം ഇപ്പോഴേ സമുദ്രനിരപ്പിന് താഴെയാണ്. കടൽക്ഷോഭം മൂലം തലസ്ഥാന നഗരിയുടെ തീരമേഖലയിൽ വർഷം തോറും $12.8 കോടി നാശനഷ്ടം അവിടെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് തലസ്ഥാനം മാറ്റിയിട്ട് ഇപ്പോൾ നുസന്താരയാക്കി മാറ്റിയത് അല്ലേ. ജക്കാർത്തയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യ 1 കോടിയിലേറെയാണ്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്ക് അവിടെ ഭയങ്കര കൂടുതലാണ്. ഗതാഗത കുരുക്ക്, അപകടകരമായ തോതിൽ ഉയർന്ന വായു മലിനീകരണം ഇതിന് പുറമെ അവിടെ ഉണ്ട്. തലസ്ഥാന നഗരത്തിന് ചുറ്റുമുള്ള ഗ്രേറ്റർ ജക്കാർത്ത മേഖല കൂടി കണക്കിലെടുത്താൽ നഗര ജനസംഖ്യ 3 കോടി കവിയുമെന്നാണ് പുതിയ കണക്കുകളൊക്കെ പറയുന്നത്. പുതിയ തലസ്ഥാനത്തിനായി തെരഞ്ഞെടുത്ത പ്രദേശമുണ്ടല്ലോ നുസന്താര എന്ന് പറയുന്നത്, ഇന്തോനേഷ്യയുടെ കൃത്യം മധ്യഭാഗത്തായതിനാൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സുരക്ഷിതമാകുമെന്നാണ് കരുതുന്നത്. 2029 ആകുമ്പോഴേക്കും മുഴുവൻ സർക്കാർ ഓഫീസുകളും ജക്കാർത്തയിൽ നിന്ന് നുസന്താരയിലേക്ക് മാറ്റാനാണ് ലക്ഷ്യം. നുസന്താരയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ ബഹിർഗമനം ഇല്ലാതാക്കാമെന്നും സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. 2045 ആകുമ്പോഴേക്കും ജക്കാർത്തയിൽ നിന്ന് വലിയ വിഭാഗം ജനങ്ങൾ പുതിയ തലസ്ഥാന നഗരയിലേക്ക് മാറുമെന്നും കണക്കാക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു തലസ്ഥാനം സൃഷ്ടിക്കേണ്ടതിന്റെ ഭാരം വലുതാണെങ്കിലും ഇന്തോനേഷ്യ അധികൃതർ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ വിജയകരമായി പുതിയ തലസ്ഥാനങ്ങൾ സൃഷ്ടിച്ച ബ്രസീലിന്റെയും ഓസ്ട്രേലിയയുടെയും മാതൃക അവർക്ക് മുന്നിലുണ്ട്. ബ്രസീലിലെ പുതിയ തലസ്ഥാനം ഏതാണ്? ബ്രസീലിയയാണ്. ഓസ്ട്രേലിയയുടെ കാൻബറയാണ്. ഒക്ടോബറിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന ജോക്കോ വിഡോഡോയ്ക്ക് തന്റെ സ്മരണ എന്നേക്കും നിലനിർത്താനുള്ള ഒരു സ്മാരകമാകണം നുസന്താര എന്നതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ന്യൂ PM ഓഫ് തായ്ലൻഡ്? തായ്ലൻഡിലെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണ്? പയേ തുങ് താൻ. തായ്ലൻഡിലെ ഫിയു തായ് പാർട്ടിയുടെ പയേ തുങ് താൻ ഷിനവത്ര
പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ പ്രധാനമന്ത്രിയായിരുന്ന ശ്രദ്ധ തവീസിനെ അഴിമതി കേസിൽ സുപ്രീം കോടതി പുറത്താക്കി. അതുകൊണ്ടാണ് അവിടെ പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തത്. തായ്ലൻഡ് ചരിത്രത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും രണ്ടാമത്തെ വനിതയുമാണ് 37-കാരിയായ പയേ തുങ്താൻ. മുൻ പ്രധാനമന്ത്രി തക്സിൻ ഷിൻവത്രയുടെ മകളാണ് പയേ തുങ്താൻ. അടുത്ത ചോദ്യമാണ് 8ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഓഫ് ISRO? ISROയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? ISROയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, ലേറ്റസ്റ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഓഫ് ISRO എന്താണ്? EOS-08 ആണ്. ഓക്കെ, EOS-08 വിജയകരമായി വിക്ഷേപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 16-നായിരുന്നു കേട്ടോ വിക്ഷേപണം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. മൈക്രോ, മിനി, നാനോ ഉപഗ്രഹങ്ങളെ കുറഞ്ഞ ചെലവിൽ കൃത്യതയോടെയും ബഹിരാകാശത്ത് എത്തിക്കാനുള്ള SSLV, അതായത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, SSLV എന്താണ്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. SSLV D3 റോക്കറ്റിലായിരുന്നു EOS-08 ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം. അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ന്യൂ നെയിം ഓഫ് ദ ഫുഡ് സെക്യൂരിറ്റി സ്കീം ഇൻ രാജസ്ഥാൻ, പ്രീവിയസ്ലി നോൺ ആസ് ഇന്ദിര രാസോയി യോജന? ഓക്കെ, ഫുഡ് സെക്യൂരിറ്റി സ്കീം ഉണ്ടായിരുന്നു. അത് ആദ്യം അതിൽ പേരെന്തായിരുന്നു? ഇന്ദിര രാസോയി യോജന എന്നായിരുന്നു. ഇപ്പോൾ പുതിയ പേര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയായിരുന്നു? രാജസ്ഥാനിലാണ് അല്ലേ. രാജസ്ഥാനിൽ എന്താണ്? ശ്രീ അന്നപൂർണ രാസോയി യോജന. ശ്രീ അന്നപൂർണ രാസോയി യോജന, അന്നപൂർണ ഫുഡ് സെക്യൂരിറ്റി സ്കീമാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ശ്രീ അന്നപൂർണ രാസോയി യോജന. രാജസ്ഥാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാനുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ അല്ലെ. കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമായ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ മരുപ്രദേശമുള്ള സംസ്ഥാനമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയായ ആരവല്ലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? രാജസ്ഥാൻ തന്നെയാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നിവയാണ് രാജസ്ഥാന്റെ അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണ്? രാജസ്ഥാനാണ്. പ്രാചീന കാലത്ത് രജപുത്താന, മത്സ്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. രജപുത്താന നമുക്ക് ഓർത്തിരിക്കാൻ കുഴപ്പമില്ല. രാജസ്ഥാൻ, രജപുത്താന എന്ന മത്സ്യ അതുകൊണ്ട് ഓർത്തു വെക്കണം കേട്ടോ. എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി ഒലീവ് എണ്ണ സംസ്കരണശാല ആരംഭിച്ച സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? രാജസ്ഥാൻ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഭാഗം കാണപ്പെടുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? രാജസ്ഥാൻ തന്നെയാണ്. രാജസ്ഥാൻ നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. തലസ്ഥാനം ജയ്പൂരാണ്. ഹൈക്കോടതി ആസ്ഥാനം ജോധ്പൂർ ആണ്. തലസ്ഥാനം ജയ്പൂർ, ഹൈക്കോടതി ആസ്ഥാനം ജോധ്പൂർ. സംസ്ഥാന മൃഗം ഒട്ടകമാണ് കേട്ടോ. രാജസ്ഥാനിലെ സംസ്ഥാന മൃഗം ഏതാണ്? ഒട്ടകമാണ്. സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ്. സംസ്ഥാന പുഷ്പം റോഹിതയാണ്. മാർബിള്, വെള്ളി, ആസ്ബറ്റോസ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനവും അത് രാജസ്ഥാൻ തന്നെയാണ്. കുടിവെള്ളത്തിനായി ATM ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നവർക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിച്ചുകൊണ്ട് പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനം അത് രാജസ്ഥാനാണ്. എന്താണ്? പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ. അതെന്തായിരുന്നു? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നവർക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു ആ ബില്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സമരത്തിനായുള്ള ഗുജ്ജർ പ്രക്ഷോഭം നടന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? രാജസ്ഥാൻ തന്നെയാണ്. ഫെസ്റ്റിവൽ ഓഫ് ഭാരത് എന്ന ആഘോഷം നടക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. വില്ലേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി മത്സരിക്കുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത കർശനമാക്കിയ ഇന്ത്യൻ സംസ്ഥാനവും രാജസ്ഥാൻ തന്നെയാണ്. വേദിക് എഡ്യൂക്കേഷൻ ബോർഡ് ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. ജൈവ ഇന്ധനത്തിനായി ദേശീയ നയം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും രാജസ്ഥാൻ തന്നെയാണ്. അപ്പൊ ഫെസ്റ്റിവൽ ഓഫ് ഭാരത് എവിടെയാണ് നടക്കുന്നത്? രാജസ്ഥാനാണ്. വില്ലേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മത്സരിക്കണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത അവിടെ കർശനമാക്കി. അതുപോലെ തന്നെ വേദിക് എഡ്യൂക്കേഷൻ ബോർഡ് ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. ജൈവ ഇന്ധനത്തിനായി ദേശീയ നയം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? രാജസ്ഥാൻ തന്നെയാണ്.
രാജസ്ഥാനിലെ ഒരൊറ്റ ഹിൽ സ്റ്റേഷൻ അവിടെ ഉള്ളൂ. ആ ഹിൽ സ്റ്റേഷന്റെ പേരാണ് മൗണ്ട് അബു എന്ന് പറയുന്നത്. മൗണ്ട് അബു ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലിയാണ്. ആരവല്ലിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ? രാജസ്ഥാനിൽ ഒരൊറ്റ ഹിൽ സ്റ്റേഷനാണുള്ളത്, അതാണ് മൗണ്ട് അബു എന്ന് പറയുന്നത്. മൗണ്ട് അബു ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി എന്ന് പറയുന്നത്. ആരവല്ലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ആരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ഗുരുശിഖർ എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, ജൈന മതക്ഷേത്രം. അതിന്റെ പേരാണ് ദിൽവാര. ദിൽവാര. രാജസ്ഥാൻ ക്യാപിറ്റൽ ആണല്ലേ ജയ്പൂർ എന്ന് പറയുന്നത്. ജയ്പൂർ പ്രത്യേകത എന്തൊക്കെയാണ്? രാജസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമാണ്. ഇന്ത്യയുടെ പിങ്ക് സിറ്റി ജയ്പൂർ അല്ലെ. വൈറ്റ് സിറ്റി അപ്പോൾ ഏതാണ്? ഉദയ്പൂരാണ് കേട്ടോ. പിങ്ക് സിറ്റി ജയ്പൂർ. ജയ്പൂർ നഗരം പണികഴിപ്പിച്ച രജപുത്ര രാജാവ് ആരാണ്? മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമനാണ്. ജയ്പൂർ നഗരത്തിന്റെ ശില്പി വിദ്യാധർ ഭട്ടാചാര്യാണ്. ജയ്പൂർ ഒരു പ്രത്യേകത കൂടി നമ്മൾ പറഞ്ഞു, പിങ്ക് സിറ്റി എന്ന് പറഞ്ഞു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരമാണ് ജയ്പൂർ. അത് ഏത് വർഷമാണ്? 2019 എന്താണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരമാണ് ജയ്പൂർ. ഏത് വർഷമാണ്? 2019. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് ജയ്പൂർ. സവായ് മാൻസിംഗ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജയ്പൂരിൽ തന്നെയാണ്. കൃത്രിമ കാലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം അത് ജയ്പൂരാണ്. ദേശീയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ജയ്പൂരാണ്. മാളവ്യ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന ജയ്പൂരിലാണ്. ജന്തർ മന്ദിർ, ഹവാ മഹൽ, ജൽ മഹൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന ജയ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരവും ജയ്പൂർ തന്നെയാണ്. പിങ്ക് സിറ്റിയാണ് അല്ലെ. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ്. പിന്നെ എന്തൊക്കെയാ പറയുന്നത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരം ഏത് വർഷം? 2019. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട് ജയ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വാതന്ത്ര്യത്തിന് ശേഷം INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം ജയ്പൂരാണ്. എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം അത് ജയ്പൂരാണ്. 1948 INCയുടെ ജയ്പൂർ സെക്ഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1948 നടന്നത്. അധ്യക്ഷനായി നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് 1948 അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ പിങ്ക് സിറ്റി ജയ്പൂർ, വൈറ്റ് സിറ്റി ഉദയ്പൂർ അല്ലെ. തടാക നഗരം, പ്രഭാത നഗരം എന്നീ പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് ഉദയ്പൂർ. സൂര്യോദയത്തിന്റെ നഗരമാണ് ഉദയ്പൂർ, അതുകൊണ്ടാണ് വൈറ്റ് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ലേക്ക് പാലസ്, പിച്ചോള തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂരിലാണ്. രാജസ്ഥാന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഉദയ്പൂർ. ഉദയ്പൂർ നഗരം പണികഴിപ്പിച്ച രാജാവ് ആരാണ്? മഹാറാണ ഉദയ് സിംഗ് രണ്ടാമനാണ്. അപ്പോൾ മഹാരാജ സവായ് ജയ് സിംഗ് രണ്ടാമനാണ് ജയ്പൂർ നഗരം പണികഴിപ്പിച്ചത്. ഉദയ് നഗരം പണികഴിപ്പിച്ച രാജാവ് ആരാണ്? മഹാറാണ ഉദയ് സിംഗ് രണ്ടാമനാണ്. മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഉദയ്പൂർ. അടുത്ത ചോദ്യമാണ് അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് റീസെന്റ് ബിക്കം ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ബൈ ഓൾ ക്രോപ്സ് ഫ്രം ഫാമേഴ്സ് അറ്റ് MSP? Which state recently become the first in India to buy all crops from farmers at MSP? The right answer is Haryana. Haryana is a state recently become the first in India to buy all crops from farmers at MSP. MSP എന്ന് പറയുന്നത് എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ് കേട്ടോ. MSP എന്ന് പറയുന്നത് എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. ഹരിയാന എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? പുരാതന കാലത്ത് ബഹുധാനിക എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നുണ്ട്. ഡെൻമാർക്ക് കേട്ടോ, ഇന്ത്യയുടെ ഡെൻമാർക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് ഹരിയാനയാണ്. രൂപീകരിച്ച വർഷം 1966 നവംബർ 1 തലസ്ഥാനം ഛത്തീഗഡാണ്. ഔദ്യോഗിക മൃഗം കൃഷ്ണമൃഗം, ബ്ലാക്ക് ബക്ക്. ഓക്കെ, ഔദ്യോഗിക പക്ഷി ബ്ലാക്ക് ഫ്രാങ്കോളിൻ ആണ്. ഔദ്യോഗിക പുഷ്പം താമരയാണ്. ഔദ്യോഗിക ഭാഷ അവിടുത്തെ എന്താണ്? ഹിന്ദിയാണ്. ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഏത്? ഹരിയാന എന്ന് പറയുന്നത്. ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് പക്ഷികളുടെ പേര് നൽകിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ശ്രദ്ധിക്കുക, ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക്
പക്ഷികളുടെ പേര് നൽകിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. വികലാംഗർ എന്ന പദം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഹരിയാന തന്നെയാണ്. എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഹരിയാന തന്നെയാണ്. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാന തന്നെയാണ്. മൊബൈൽ കോടതി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഹരിയാന തന്നെയാണ്. ഏറ്റവും വനം വിസ്തൃതി കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. ഏറ്റവും വനം വിസ്തൃതി കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. മഹാഭാരത യുദ്ധമില്ലേ, മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. നമ്മൾ പറഞ്ഞല്ലോ ഹരിയാനയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. എന്നാൽ ചോദിച്ചിട്ടുണ്ട് ഹരിയാനയുടെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴാണ് കേട്ടോ, തമിഴ്. ഓക്കെ, അപ്പം നമ്മൾ ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നു പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.